വെൽക്കം ടു ദ ക്വസ്റ്റൻ ആൻസർ സെഷൻ ഓഫ് ക്രിസ്ത്യനേറ്റ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും ചില സംശയങ്ങൾ മനസ്സിൽ തോന്നാറുണ്ട്. അങ്ങനെയുള്ള സംശയങ്ങൾക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ ആധികാരികമായി മറുപടി പറയുവാൻ കർത്താവിൽ പ്രസിദ്ധനും ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നമ്മോടൊപ്പം ഉണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. കഴിഞ്ഞ 2 സെഷനുകളിൽ അണ്ടർസ്റ്റാൻഡിംഗ് ദ ബൈബിൾ ഇൻ ദ വേ ഇറ്റ് ഷുഡ് ബി, വേദപുസ്തകം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന വിഷയത്തെ പറ്റി സാറ് വിശദീകരിക്കുകയുണ്ടായി. പ്രേക്ഷകരുടെ ചില ചോദ്യങ്ങൾക്കും വളരെ നല്ല രീതിയിൽ മറുപടി തരികയുണ്ടായി. ഈ സെഷനിലും പ്രേക്ഷകരിൽ നിന്നും ലഭിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി പ്രതീക്ഷിക്കുന്നു. ഒന്നാമതായി, വേദപുസ്തകം മുഴുവനും എബ്രായ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പഠിക്കുവാൻ സാധിക്കുമോ? യെസ്, തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കഴിയാത്ത ഒരു കാര്യവും ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഈ പരിഭാഷപ്പെടുത്തി കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നടക്കാൻ നമ്മളെ കൊണ്ട് ഒക്കാത്ത കാര്യങ്ങളൊക്കെ ദൈവം നമ്മളെ കൊണ്ടങ്ങ് നിർബന്ധിച്ച് പ്രേരിപ്പിച്ച് ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നതായിട്ട് ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ തിരുവഴുത്തുകളിൽ തന്നെ എക്സാമ്പിൾ പറയാം, കേട്ടോണേ. അബ്രഹാം ഇസ്ഹാക്കിന് യാഗം കഴിക്കാൻ പോകുന്ന രംഗം. നീ വേഗത്തിൽ എഴുന്നേറ്റ് നിന്റെ മകനെ, നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ ഞാൻ നിനക്ക് കാണിക്കാവുന്ന സ്ഥലത്ത് പോയി യാഗം കഴിപ്പിക്കുക. ഇനി തിരുവായിക്ക് എതിരുവായില്ല. തിരുവായിക്ക് ഇപ്പൊ ചെയ്തോണം, ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഉടനെ അനുസരിച്ചോണം. അപ്പൊ നമുക്ക് ഇനി പ്രസംഗ വിഷയം, ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞാൽ ആ നിമിഷം നീ അനുസരിച്ചിരിക്കണം. നമുക്ക് വിഷയമായി കഴിഞ്ഞു. അതുകൊണ്ട് അബ്രഹാം ഭാര്യ ഉറങ്ങുകയാണ്, അവരെ പോലും വിളിച്ചുണർത്തിയിട്ടില്ല, അവരോട് പോലും സംസാരിച്ചിട്ടില്ല. അതൊക്കെ ശരിയാണ്, അവരോട് സംസാരിച്ചിട്ടുള്ളത് ശരിയാണ്. അങ്ങനെയാണോ അവിടെ പറഞ്ഞത്? അങ്ങനെ അല്ല. എൻ്റെ മറ്റ് ബൈബിൾ ക്ലാസ് ഞാൻ പറയാറുണ്ട്, ഈ വേദപുസ്തകത്തിൻ്റെ ഭാഷ ആജ്ഞയുടെ ഭാഷ അല്ല, കേട്ടോണേ. അപ്പം നമുക്ക് 10 കൽപ്പനകളെന്ന് പറയാമല്ലോ. കൽപ്പന എന്ന് പറഞ്ഞാൽ അതുപോലെ അനുസരിച്ചോണം, ഇല്ല താട്ടിക്കളയും രാജകൽപ്പന. നമുക്ക് വേദപുസ്തകത്തിൽ 10 കൽപ്പന ഇല്ലെന്ന് ഞാൻ പറഞ്ഞെന്ന് ഇപ്പൊ നിങ്ങൾക്ക് എന്തോ തോന്നുന്നു? 10 കൽപ്പന ഇല്ല. കൽപ്പന എന്ന വേർഡ് അവിടെ ഉപയോഗിച്ചിട്ടില്ല, ഇല്ല. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് കണക്ഷൻസ് എന്നാണ്. കണക്ഷൻസ്. ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവമായിട്ടുള്ള കണക്ഷൻസ് വിട്ടുപോയ മനുഷ്യനെ മറിച്ച് തിരിച്ച് ദൈവത്തിങ്കിലേക്ക് റീകണക്ട് ചെയ്യുന്നതിന് വേണ്ടി 10 പോയിന്റ്സ് ഓഫ് കണക്ഷൻ പറഞ്ഞു കൊടുക്കുക. മിത്സവ. മിത്സവ എന്ന് പറഞ്ഞാൽ കണക്ഷൻ പോയിന്റ്. മിത്സ്വോട്ട്, കണക്ഷൻ പോയിന്റ്സ്. അബ്രഹാമിനോട് ദൈവം എന്ന് പറയാ, അബ്രഹാം, ഇപ്പൊ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോവാ. അബ്രഹാം, I got to tell you something. Think. Take your own time. Is it okay that you can take your only son, your Isaac, and offer him as a sacrifice to me on the mount that I am going to show you? ഞാൻ നിന്നോട് കാര്യം പറയാൻ പോവാ. നീ ഒന്ന് ചിന്തിച്ചു നോക്കുമോന്ന്. ഞാൻ നിനക്ക് തന്ന ഏകജാതനെ ഞാൻ കാണിച്ചു തരുന്ന മലയിൽ നീ കൊണ്ടുപോയി യാഗം കഴിക്കണം. But take your own time to think. Take your own time to think എന്ന് മൂലഭാഷയിൽ പറഞ്ഞിരിക്കുക. ഞാനിപ്പോൾ അങ്ങോട്ട് ആ മൂലഭാഷ എടുത്ത് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുക. ഇപ്പം ഞാൻ മിത്സ് വോട്ടെന്ന് പറഞ്ഞു. മിത്സ് വോട്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനമില്ല. കാര്യം മിത്സ് വോട്ടിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ നമുക്കെന്തോ കിട്ടിയത്? ഇപ്പം ചെയ്യണമെന്ന്.
അല്ലേ? അങ്ങനെയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകവും എബ്രായ ഭാഷയിൽ അത് പൊരുൾ തിരിച്ച് ബിഗിനിങ് ടു എൻഡ് പഠിപ്പിക്കാൻ കഴിയുമോ? ഒരാൾക്ക് പഠിക്കാൻ കഴിയുമോ? എൻ്റെ സിമ്പിൾ ആൻസർ അതാണ്. 400 വേർഡ്സിന്റെ മീനിങ്, 400 വാക്കുകളുടെ അർത്ഥം ഒരാൾക്ക് മനസ്സിലാക്കാൻ, ബൈഹാർട്ടാക്കാനല്ല, വായിച്ചാൽ മനസ്സിലാക്കാൻ എത്ര നാൾ വേണ്ടി വരും? 400 വേർഡ്സ് ഒരാൾക്ക് അർത്ഥം മനസ്സിലാക്കാൻ എത്ര നാൾ വേണ്ടി വരും? കേൾക്കത്തില്ല. 2-3 മാസം. ഒരു 2-3 മാസം മതിയല്ലോ, അല്ലേ? 400 വേർഡ്സിന് അർത്ഥം മനസ്സിലാക്കാൻ. ദി എൻറ്റയർ ബൈബിൾ 400 ഹീബ്രു റൂട്ട് വേർഡ്സിലാണ് എഴുതിയിരിക്കുന്നത്. എൻറ്റയർ ബൈബിളിന്റെ ബേസിൽ എന്തേ ഉള്ളൂ? 400 ഹീബ്രു റൂട്ട് വേർഡ്സേ ഉള്ളൂ. അത് പഠിക്കാൻ എത്ര നാളും വേണ്ടി വരും? പക്ഷെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരിക്കൽ കാര്യം പറഞ്ഞു, ജീവൻ പ്രാപിക്കുന്നതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. മനസ്സില്ല. ഞാന് ദീർഘവർഷങ്ങൾ ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലാണ് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഇവിടെ വന്ന് ഇംഗ്ലണ്ടിലും അധ്യാപകനായിരുന്നു. ആരും എന്നെ ചീത്ത വിളിച്ചിട്ടുമില്ല, വഴക്ക് പറഞ്ഞിട്ടുമില്ല. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. എബ്രായ ഭാഷയിൽ വേദപുസ്തകം പൊരുൾ തിരിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് മുതൽ കേൾക്കുന്ന ചീത്തയ്ക്ക് ഒരു ലിമിറ്റും ഇല്ല. ഒരു 11 years ago ആണ്, 12 years ago ആണ് എന്നെ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ വിളിച്ചു. വലിയ കൺവെൻഷനുണ്ട്, 3 പ്രധാന പ്രസംഗകരുണ്ട്. രണ്ടാമത്തെ പ്രസംഗം ഞാനാ. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ടെക്സ്റ്റ് ബുക്ക് കാണും എന്തെങ്കിലും വായിക്കാൻ. ഞാൻ അതിൻ്റെ സ്വഭാവമായിരുന്നു, ഇപ്പോൾ കണ്ണു വയ്യാത്തതുകൊണ്ട് വായിക്കാത്തത്. ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്ത ഒരു ഹീബ്രു ടെക്സ്റ്റ് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ ഒന്നൊരു മൂലയ്ക്ക് ഇങ്ങനെ വായിക്കുക, ഓട്ടോർത്തി കയറിയിട്ടില്ല. ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു പാസ്റ്റർ ഇങ്ങോട്ട് വന്നിട്ട് ഈ പുസ്തകം എൻ്റെ നിന്ന് പിടിച്ചൊരു വലിയും മേശപ്പതൊരടിയും എനിക്കൊരു തെള്ളും. ഒറ്റ തെള്ളാണ്. നിന്റെ ഒരു ഹീബ്രു ഒറ്റ അക്ഷരം പറഞ്ഞു പോരുത്. എബ്രായ ഭാഷ ഞാൻ കണ്ടുപിടിച്ചതാണോ? എബ്രായ ഭാഷയിൽ ബൈബിൾ എഴുതിയ ഞാനാണോ? ആണോ? എൻ്റെ ഇതിരുന്ന് പുസ്തകം മേടിച്ച് മേശപ്പുറത്ത് അടിക്കുകയും എന്നെ പിടിച്ചു തള്ളുകയും എന്നോട് ആക്രോശിക്കുകയും ചെയ്തിട്ട് ഇദ്ദേഹം എന്തെങ്കിലും സാധിച്ചോ? എനിക്കറിയത്തില്ല. ഞാൻ തന്നെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി എന്നൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. 3 വർഷം കൊണ്ട്, ഇപ്പം 3 മാസത്തിന്റെ കാര്യം മോൻ പറഞ്ഞനുസരിച്ചാണെങ്കിൽ 3 വർഷം കൊണ്ട് വിശുദ്ധ വേദപുസ്തകം വൺ ആൻഡ് ടു ദി അതർ എഴുതിയ ലാംഗ്വേജിൽ പൊരുൾ തിരിച്ച് കോണ്ടസ്റ്റ് ആഫ്റ്റർ കോണ്ടസ്റ്റ് എടുത്തിട്ട് പൊരുൾ തിരിച്ച് ഇങ്ങനാണ് എഴുതിയിരിക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ദൈവം നമുക്ക് ഈസി ആയിട്ട് സാധിപ്പിച്ചു തരുന്നൊരു കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഈസി ആയിട്ട് സാധിപ്പിച്ചു തരുന്നൊരു കാര്യം, സാധിക്കുന്നതല്ല സാധിപ്പിച്ചു തരുന്ന ഒരു കാര്യം, അങ്ങോട്ട് നമ്മൾ ഒരിക്കലും അടുക്കാതിരിക്കുന്നതിന് വേണ്ടി സാത്താൻ നമ്മളെ വഴിതെറ്റിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് നടക്കത്തില്ല എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മൈ ആൻസർ. ഓക്കെ, കം ടു ദ നെക്സ്റ്റ്. സാധിക്കും, ഓഫ് കോഴ്സ്. അല്ലെങ്കിൽ ഇവിടെ നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ടല്ലോ, ഈ നമ്പർ വിളിച്ചാൽ മതി. ഇപ്പം നമ്മുടെ അടുത്ത ബാച്ച് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്ത് ആരംഭിക്കുക. സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി അടുത്ത ബാച്ച് വിളിച്ചാൽ മതി. യു ക്യാൻ ഗെറ്റ് അഡ്മിഷൻ, യു ക്യാൻ ലേൺ ഇറ്റ് ഈസിലി. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു ഇൻഫർമേഷൻ സർ. എനിക്ക് ഇതിനോടനുബന്ധിച്ച് ഒരു ഡൗട്ട് ഉണ്ട്. ഹീബ്രു ഭാഷയിൽ 400 വേർഡ്സ് ഉള്ളൂ എന്ന് സാറ് പറഞ്ഞു. ആൽഫബറ്റ്സ് എന്റെ അറിവിൻ പ്രകാരം 22 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്? ഓക്കെ. ഈ നമ്പർ ഓഫ് ആൽഫബറ്റ്സ് കുറഞ്ഞത് കൊണ്ടാണോ ഇത്രയും വേർഡ്സ് കുറഞ്ഞത്? അത് ഒരു വേർഡിന് കൺവേ ചെയ്യാൻ കഴിയുന്ന അർത്ഥതലങ്ങൾ ഒരുപാട് കൂടുതലാണ് ഒരു വേർഡിന്.
ഒരു എക്സാമ്പിൾ, നമുക്ക് ഒരു 5 ആടിനെ വളർത്താം പാലിന്, പകരം ഒരു ജേഴ്സി പശുവിനെ വളർത്താം, അല്ലേ? ഒരു ജേഴ്സി പശു പാലിനുള്ളപ്പം നമുക്ക് 5-10 ആടിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ ഇല്ല. ആ ഒരു ജേഴ്സി പശുവിൻ്റെ പാൽ ഇനഫാണ്. ഒരു വേർഡ് കൊണ്ട്, ഒരക്ഷരം കൊണ്ട് കൺവേ ചെയ്യാൻ കഴിയുന്ന അർത്ഥങ്ങളുടെ വ്യാപ്തി ഒരക്ഷരം കൊണ്ട് അത്രയും വലുതാണെങ്കിൽ ഒരുപാട് വാക്കുകളുടെ ആവശ്യമില്ല. 2, അത് ലിഷോൻ ഹ ഖദ്ദോഷ് എന്ന് പറയുന്നത് വിശുദ്ധ ഭാഷയെന്ന, അതിൻ്റെ അകത്ത് അശുദ്ധമായ ഒരു വാക്കുകളും അതിനകത്തില്ല. ഇംഗ്ലീഷിലൊക്കെയാണ് വൃത്തികേട് പറയാതെ ആൾക്കാർക്ക് പറയാനൊക്കത്തില്ല. അശുദ്ധമായ ഒരു വാക്കുകളുമില്ല. അതാണ് വിശുദ്ധം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം ദൈവം സംസാരിച്ചുകൊണ്ടാണ്. അതിൻ്റെ ആശയങ്ങൾ കൺവേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരുപാട് കൂടുതലാണ്. റിച്ച് വിത്ത് മീനിങ് ആൻഡ് ഇൻഫർമേഷൻ, റിച്ച് വിത്ത് മീനിങ് ആൻഡ് ഇൻഫർമേഷൻ. കമ്പ്യൂട്ടറിന് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ ഏതാ? ഹീബ്രു. ഏറ്റവും കമ്പ്യൂട്ടറിന് ഇഷ്ടമുള്ള ഭാഷ ഹീബ്രു ഭാഷയാണ്. ഏറ്റവും അതിൻ്റെ കണക്ടിവിറ്റി ഭയങ്കരം. ആശയങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ലാംഗ്വേജിൻ്റെ കപ്പാസിറ്റി ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ 400 റൂട്ട് വേർഡ്സിൽ ഹോൾ ബൈബിൾ ദൈവത്തിന് നമുക്ക് തരാൻ കഴിയുന്നത്. യെസ്, ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളുമുണ്ട്. അതൊരു കാര്യം. നമ്മുടെ ഭാഷയിലും പല അർത്ഥങ്ങളുള്ള വാക്കുകളില്ലേ? ഇല്ലല്ലേ? അപ്പൊ അവിടെ ഒരു വലിയ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. അവിടെ നമുക്ക് വലിയൊരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് കേട്ടോണേ. ആ പ്രോബ്ലം എന്ന് പറഞ്ഞാലേ, നമ്മുടെ ഡിക്ഷണറിനകത്തൊരു മീനിങ് കാണുന്നു ഒരു വേർഡിന്റെ. ആ മീനിങ്ങേ അല്ല ആ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ആ വേർഡിന്റെ മീനിങ് എന്താണെന്ന് ആ ജൂവിഷ് മദർ ടങ് യൂസേഴ്സിനും അറിയാം. അത് വളരെ സ്ട്രേഞ്ച് ആണെങ്കിൽ അവരുടെ സേജസിനും അറിയാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. 29-ാം സങ്കീർത്തനത്തില് യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അപ്പൊ ഇനിയും മറ്റ് മൃഗങ്ങളൊക്കെ സാധാരണ അങ്ങ് പ്രസവിക്കില്ലയോ? ഈ മാൻ മാത്രം എന്തിന് യഹോവയുടെ ശബ്ദം വരുന്നവരെ കാത്തിരിക്കുന്നത്? അപ്പൊ നമുക്കൊരു പ്രസംഗ വിഷയം കിട്ടി. അപ്പോൾ ഇനി മാൻ ഗർഭിണിയാകുന്നത് മുതൽ ഉള്ള പ്രോസസ്സ് മുഴുവൻ നമ്മുടെ പ്രസംഗ വിഷയമാണ്. അവസാനം മാൻ കഷ്ടപ്പെടുന്നത്, അലയ്ക്കുന്നു, ചെരയുന്നു, കൂന്നു, എല്ലാം അടിച്ച് നമ്മളൊരു ഗംഭീര പ്രസംഗം ഉണ്ടാക്കി പ്രസന്റ് ചെയ്യുകയും ചെയ്യും. എൻ്റെ ഭാഷ പറഞ്ഞ സഹോദരിമാർ ആത്മാവിലാവുകയും ചെയ്യും. എൻ്റെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ കുറെ കൂടുതലുണ്ടായിരുന്നു. ഇപ്പം അത്രയില്ല കേട്ടോ. ദൈവത്തിന് ഈ മാനിന്റെ പ്രശ്നം കൊടുക്കുന്ന പണി അല്ല, വേറെ കാര്യമില്ലയോ? കേട്ടോണേ. ഖോൽ അഡനായി യഖോലാൽ അയീൽ എന്ന ദാവീദ് എഴുതിയത്. ദാവീദ് എപ്പോഴാണ് ഇത് കോണ്ടെക്സ്റ്റിന് മാത്രമേ അർത്ഥമുള്ളൂ പറയുന്നത്? എപ്പോഴാണ് എഴുതിയത്? 29-ാം സങ്കീർത്തനം എഴുതുന്നത് ഈ ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തിയിട്ട. ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തിയിട്ട് 29-ാം സങ്കീർത്തനം എഴുതുന്നത്. നമ്മൾ പിള്ളേരെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് 5 കല്ലെടുത്തോണ്ട് ചെന്നു, അതിലൊരു കല്ലുകൊണ്ട് ഒറ്റ ഏറെറിഞ്ഞു, ഗോലിയാത്ത് തട്ടിപ്പോയെന്നാണ്. ദാവീദ് വരെ കള്ളത്തരമാണ്, അങ്ങനെ പഠിപ്പിക്കരുത്. ഞാൻ ഗോലിയാത്തിനോട് അങ്ങനെ പറഞ്ഞില്ല. എങ്ങനെ പറഞ്ഞില്ല? നീ വടിയും കമ്പുമായിട്ട് എൻ്റെ നേരെ വരുന്നു, ഞാനോ 5 കല്ലുകളുമായി നിന്റെ പേര് വരുന്നു. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ, ആ ഒറ്റ ശബ്ദത്തിന് മുമ്പിൽ ഒരു ധീരനായ യോദ്ധാവിന് തൻ്റെ നേരെ ഒരു കല്ല് വരുന്ന കാണാൻ പറ്റത്തില്ല. പടയാളികളുണ്ടല്ലോ കൂടെ, കൈ പരിചയമുണ്ടല്ലോ, ഇത്തരം തല വെട്ടിച്ചാൽ മതിയല്ലോ. അറ്റ്ലീസ്റ്റ് അതെന്താ ചെയ്യാഞ്ഞത്? അതെന്താ ഞാൻ അറ്റ്ലീസ്റ്റ്? അപ്പം ഖോൽ അഡനായി, ദൈവത്തിന്റെ ശബ്ദം, യഖോലാൽ,
അടിച്ച് കറക്കി തിരിച്ചു വിട്ട് കളയും. അതതിൻ്റെ അർത്ഥം. അടിച്ച് കറക്കി തിരിച്ചു വിട്ട് കളയും. എന്തിനെ തിരിച്ചു വിട്ട് കളയും? അയ്യീൽ. അയ്യീൽ എന്ന വേർഡിന് അവിടെ അർത്ഥം സൈന്യത്തിൻ്റെ അധിപൻ, സൈന്യാധിപൻ, ശത്രു സൈന്യത്തിൻ്റെ നേതാവ്. വല്ല സെൻസും കിട്ടുന്നുണ്ടോ? ഒരു വലിയ ഫെലിസൈൻസിൻ്റെ നേതാവായിട്ട് ഒരു ഗോലിയാത്ത് വരിക അല്ലേ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമം പറഞ്ഞപ്പോഴേക്ക് അവൻ സ്റ്റക്കായി, ഏറുകൊണ്ട് അവൻ വീണു. ഇത് ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ആ നാമത്തിൻ്റെ ശക്തി, ആ കല്ലിൻ്റെ ശക്തിയല്ല, ആ നാമത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയ ദാവീദ് എന്ത് പറഞ്ഞു? യഹോവയുടെ ശബ്ദം നിനക്കെതിരായി വരുന്ന ശത്രു സൈന്യത്തിന്റെ നേതാവിനെ അടിച്ച് കറക്കി തിരിച്ച് വേറൊരു വഴിക്ക് വിട്ട് കളയുമെന്ന്. അങ്ങനെ സംഭവിച്ചു. എല്ലാവരും തിരിഞ്ഞു പോയില്ലയോ? ഇത് മാനിന്റെ പ്രസവവും തമ്മിൽ എന്താ ബന്ധം? ഇത് മാനിന്റെ പ്രസവവും തമ്മിൽ എന്താ ബന്ധം? അപ്പൊ ചോദിക്കുമ്പോൾ നമ്മൾ എന്തിനാ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? അയ്യീൽ എന്ന വേർഡ് ഡിക്ഷണറിക്കകത്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന അർത്ഥം എന്തുവാ? മാനെന്ന. മാനെന്ന. യഖോലാലിന്റെ അർത്ഥം എന്തുവാ? നിന്ന് കറങ്ങുക എന്നാണ്. ഇനി നമുക്ക് മാൻ എന്തിനാ നിന്ന് കറങ്ങിയത്? അപ്പം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. നമ്മുടെ കിട്ടണിയെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇന്റർപ്രിട്ടേഷൻ അല്ലോ, ഇന്റർപ്രിട്ടേഷൻ. ഞാൻ എപ്പോഴായിരിക്കും കറങ്ങുന്നത്? മിക്കവാറും പ്രസവവേദന എടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് എഴുതി വെച്ചു, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. നമുക്ക് പ്രസംഗ വിഷയം കിട്ടി. ദാവീദ് പറഞ്ഞതെവിടെ? വചനത്തിൽ എഴുതിയതെവിടെ? നമ്മൾ പ്രസംഗിച്ചതെവിടെ? അപ്പൊ ഇനി ഞാൻ ഈ പറഞ്ഞതാണ് യഹോവയുടെ ശബ്ദം ശത്രു സൈന്യത്തിന്റെ നേതാവിനെ അടിച്ചു തിരിച്ചു വിടുന്നു എന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? ഒന്ന്, ആ കോണ്ടെക്സ്റ്റ് എടുത്ത് അനലൈസ് ചെയ്ത ഗ്രേറ്റ് ഹീബ്രൂ സേജസ് ഉണ്ട്. ഗ്രേറ്റ് ഹീബ്രൂ സേജസ് അവരെന്താ പറയുന്നത്? ഹീബ്രൂ വേർഡിന് ഡിക്ഷണറിയിലെ മീനിങ് അല്ല, കോണ്ടെക്സ്റ്റിൽ മാത്രമേ മീനിങ് ഉള്ളൂ. ഡിക്ഷണറി കിടക്കുക അൺഎൻഡിങ് ആയിട്ട് ഒരൊറ്റ വേർഡിന്റെ മീനിങ്. അത് ഏത് മീനിങ് ആണ് ഇവിടെ ആപ്ലിക്കബിൾ എന്ന് ആരാ തീരുമാനിക്കുന്നത്? അതിൽ ഏത് മീനിങ് ആണ് ഇവിടെ ആപ്ലിക്കബിൾ എന്ന് ആരാ തീരുമാനിക്കുന്നത്? തീരുമാനിക്കുന്നത് ഒന്ന് മദർ ടങ് യൂസേഴ്സും, മദർ ടങ് യൂസേഴ്സും, സേജസ്. ഇപ്പം തമിഴില് സംസാരം എന്നൊരു വേർഡുണ്ട്. സംസാരം. മലയാളത്തിലും അതുണ്ട്. മലയാളത്തിൽ സംസാരം നമ്മൾ സംസാരിക്കില്ലേ? ഇപ്പൊ നമ്മൾ സംസാരിക്കില്ലേ? തമിഴില് സംസാരം എന്നുള്ളതിന് ഭാര്യ എന്നൊരർത്ഥമുണ്ട്. അപ്പൊ അവന്റെ സംസാരം ശരിയല്ലെന്ന് പറഞ്ഞാൽ തമിഴിൽ അവന്റെ കെട്ടികൾ ശരിയല്ലെന്ന്. മലയാളത്തിലോ? അപ്പൊ ഇത് ആരാ പറഞ്ഞത്? ഈ വേർഡ് ആരാ പറഞ്ഞത്? അവരേത് ഭാഷയിലാണ് പറഞ്ഞത്? ആ ഭാഷയിൽ എൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റിൽ എൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും മനസ്സിലാക്കുമ്പോൾ മാത്രമേ മാമനോട് ആദ്യം ചോദിച്ച, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഈ പൊരുൾ തിരിക്കുക എന്നുള്ളത് വ്യക്തമാകത്തുള്ളൂ. അത് മാൻപേടെ പ്രസവിക്കുമെന്നാക്കുന്ന വ്യാഖ്യാന ശാസ്ത്രമാണ്. ശത്രു സൈന്യത്തിന്റെ നേതാവിനെ അടിച്ചു തിരിച്ചു വിടുന്നത് പറയുന്നത് ഏതാണ്? അത് കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ പൊരുൾ തിരിക്കുകയാണ്. അപ്പോ പുട്ട് ഇറ്റ് ഷോർട്ട്, 400 റൂട്ട് വേർഡ്സേ ഉള്ളൂ. പഠിക്കാൻ കഴിയുമോ? പഠിക്കാൻ കഴിയും. എവിടെ കഴിയുമെന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങ് പോയാലെന്ന് ഞാൻ പറയത്തില്ല. ഇങ്ങി വാ, താഴെ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് ജോയിൻ ചെയ്യുക. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, താങ്ക് യു. Thank you, sir.
പ്രേക്ഷകരിൽ നിന്ന് ഇനി ഒരു ചോദ്യം കൂടെയുണ്ട്. ഉം, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 9-ാം വാക്യത്തില് ഉം, അനീതിയുള്ള മമ്മോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് യേശു കർത്താവ് തന്നെ പറയുന്നു. ഉം. അനീതിയുള്ള മമ്മോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കുന്നത് അനീതിയല്ലേ? അല്ലെങ്കിൽ കർത്താവ് അപ്രകാരം പറയുമോ എന്നൊരു ചോദ്യം ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. അതൊരു നല്ല ചോദ്യമാണല്ലേ. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ആൻസർ എല്ലാം നമ്മുടെ ഒരു ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. തിരുവെഴുത്ത് എന്ത് പറയുന്നു അത് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് പറഞ്ഞത്. താൻ പറഞ്ഞത് എബ്രായ ഭാഷയിലാണെന്നും മുഴുവൻ ഇഡിയംസ് ആണെന്നും ഞാൻ മുമ്പ് പറഞ്ഞു വേറൊരു വീഡിയോയിൽ. ഇനി വേറൊരു അർത്ഥം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഭാഷയുടെ പ്രത്യേകത, കർത്താവ് ഏറ്റവും സാധാരണക്കാരൻ്റെ ഭാഷയിൽ സംസാരിക്കത്തുള്ളൂ. ഏറ്റവും അൺഎഡ്യൂക്കേറ്റഡ് ആയ ഗാലിലി എന്ന് പറഞ്ഞ ഗാലിലിയുടെ പ്രത്യേകത, ഇപ്പം കർത്താവിൻ്റെ കാലത്ത് പറയും, ഇഫ് യു വാണ്ട് ടു ബി റിച്ച് ലിവ് ഇൻ ഗാലിലി, ഇഫ് യു വാണ്ട് ടു ബി വൈസ് ഗോ ടു ജുഡിയ. ഗാലിലി സ്കൂളില്ല, ആൾക്കാർക്ക് വിദ്യാഭ്യാസമില്ല, ഇഷ്ടംപോലെ തൊഴിലവസരമുള്ളതുകൊണ്ട് പൈസയുണ്ട്. ഈ താഴെ ജുഡിയയിൽ വന്നാൽ അവിടെ കൃഷിയില്ല, കച്ചവടമൊന്നുമില്ല, കൃഷി സ്ഥലങ്ങളേ ഇല്ല, ഫാമിംഗ് ഇതില്ല, മുഴുവൻ സ്കൂളുകളാണ്, ഇഷ്ടംപോലെ സ്കോളേഴ്സും ഉണ്ട്. അവരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ഗംഭീര ഭാഷയാണ്. കർത്താവിൻ്റെ നാട്ടുകാരോ പാവങ്ങൾ ലോക്കൽ ഭാഷയാണ് പറയുന്നത്. ഈ ലോക്കൽ ഭാഷയുടെ പ്രത്യേകത, എക്സ്ട്രീം നെഗറ്റീവ്സ് എപ്പോഴും ഉപയോഗിക്കും. എക്സ്ട്രീം നെഗറ്റീവ്സ്. ഈ എക്സ്ട്രീം നെഗറ്റീവ്സിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാകും അത് ചെയ്യരുതെന്നാണ് പറഞ്ഞെന്ന്. ഇപ്പോൾ എക്സാമ്പിള്, ബൈബിളിൽ ഈ ഹീബ്രുവിൽ എപ്പോഴും എക്സ്ട്രീം നെഗറ്റീവ്സ്, കർത്താവ് മാത്രമല്ല കേട്ടോ, എപ്പോഴും എക്സ്ട്രീം നെഗറ്റീവ്സ് ഉണ്ട്. ഈ നമ്മളിപ്പം സന്ധിക്ക് വരുന്നൊന്നേ, എക്സാം സീസണാണ്, പിറ്റേ ദിവസം പരീക്ഷയാണ്, നമ്മുടെ കുഞ്ഞ് ടി വിയും വെച്ചുകൊണ്ട് പൊട്ടത്തരം കണ്ടുകൊണ്ടിരിക്കുക, അല്ലെ പ്ലേ സ്റ്റേഷൻ കളിച്ചുകൊണ്ടിരിക്കുക. നമ്മളെന്താ പറയും, കളിക്കണം, കണ്ടോ ടി വി കണ്ടോ. എൻ്റെ അർത്ഥം എന്താ? ആ മമ്മി പറഞ്ഞല്ലോ ടി വി കണ്ടോളാൻ എന്നാണോ എൻ്റെ അർത്ഥം? നാളെ പരീക്ഷയാണെങ്കിൽ മമ്മി എന്നോട് പ്ലേ സ്റ്റേഷൻ കളിച്ചോളാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണ് എൻ്റെ അർത്ഥം. നിർത്തിയിട്ട് പോയിരുന്ന് പഠിക്കാനാ പറഞ്ഞല്ലേ, നിർത്തിയിട്ട് പോയിരുന്ന് പഠിക്കാനാ പറഞ്ഞത്. അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതരെ സമ്പാദിച്ചു. അവസാനം അവരുടെ കൂടെ ചെന്ന് ചാടുവന്ന് നീ, അവർ നിന്നെ നിത്യപോലത്ത് ചേർത്തോളുമെന്ന്. അവസാനം ഈ അനീതിയുള്ള മാമോനെ കൊണ്ട് നീ പൈസ ഉണ്ടാക്കാൻ പോയാൽ നീ അവസാനം അവിടെ ചെന്ന് അവസാനിക്കത്തേ ഉള്ളൂ. അവിടെ ചെന്ന് അവസാനിക്കത്തു, നീ സ്വർഗത്തിൽ പോകുന്നില്ലേക്കും ശാശ്വത ഭവനത്തിൽ ചേർത്തോളും. അവർ നിന്നെ ശാശ്വത ഭവനത്തിൽ ചേർത്തോളും എന്ന് പറഞ്ഞാൽ അവർ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിനർത്ഥം ഈ ജന്മം നീ സ്വർഗത്തിൽ പോകത്തില്ലെന്നാ. ഇപ്പം മീക്കായുടെ പ്രവചനത്തിൽ ഇതുപോലെ എക്സ്ട്രീം യൂസേജ് ഉണ്ട്. ഇപ്പം മീക്ക ഇങ്ങനെ മാനസാന്തരം പ്രസംഗിച്ചുകൊണ്ട് വരുമ്പം ഗാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. ഗാത്തെന്ന വീടിൻ്റെ അർത്ഥമേ കരച്ചിലെന്ന. ഗാത്ത മീക്ക അവിടുന്ന് പ്രസംഗിച്ച് പറയാ, കരയരുത്, ആരും കരയരുത് കേട്ടോ, ആരും കരയരുത്. പ്രസംഗം തുടങ്ങുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് എതിരായിരിക്കുന്നു, കിഴുക്കാൻ തൂക്കുന്ന വെള്ളം ചാടുന്നത് പോലെ ദൈവം നിന്റെ മേൽ ക്രോധം അയക്കാൻ പോവാ, തീങ്കൽ മെരുവിഴുകുന്ന പോലെ നീയൊക്കെ മുഴുവൻ ഉരുകിച്ചാകാൻ പോവുക എന്ന് പ്രസംഗിട്ട് പറയാ, കരയരുത് കേട്ടോ, ആരും കരയരുത്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? ആരും കരയേണ്ടതാണോ? എടാ, മര്യാദക്ക് പോയിരുന്ന് കരയാനാണല്ലേ, മര്യാദക്ക് പോയിരുന്ന് കരയാനാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് സംഭവിക്കുന്ന നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, വിശുദ്ധ തിരുവെഴുത്താണ്, വിശുദ്ധ എബ്രായ ഭാഷയാണ്. ആ ഭാഷയ്ക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റെ ഇഡിയംസ് ഉണ്ട്, അതിൻ്റെ ലിറ്ററൽ ഫിഗറേറ്റീവ് ആൻഡ് സിംബോളിക് ലാംഗ്വേജസ് ഉണ്ട്, അതിൻ്റെ എക്സ്ട്രീം നെഗറ്റിവിറ്റി ഉണ്ട്, ഇനി അതിൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്.
ലാംഗ്വേജ് ഉപയോഗിക്കുന്ന കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ടോപ്പോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ടോപ്പോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എഴുത്തുകാരും ഒരു വാക്ക് ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഹിസ്കിയൽ പ്രവചനം വായിക്കുമ്പോഴൊക്കെ മനുഷ്യപുത്ര 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 എന്ന് അവിടെ പറയുന്നുണ്ട്, ദൈവം വിളിക്കുന്നുണ്ട്. ആരെയെ വിളിക്കുന്നത്? യെഹെസ്കേലിനെയാണ്. മനുഷ്യപുത്ര നീ എന്ത് കാണുന്നു അല്ലേ, അങ്ങനല്ലേ പറയുന്നത്? അവിടെ മനുഷ്യപുത്ര എന്ന് യെഹെസ്കേലാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ മാമന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഓക്കെ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുമ്പം മനുഷ്യപുത്രൻ 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 എന്ന് പറയുന്നത് യെഹെസ്കേലാണെന്നോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തനെ കണ്ടു എന്ന് പറഞ്ഞാൽ യെഹെസ്കേൽ പ്രവാചകനെ പോലെ ഒരുത്തൻ നിൽക്കുന്നതാണോ? അല്ലല്ലോ. അപ്പൊ നോക്കിക്കോണേ, ഒരേ വേർഡ് വ്യത്യസ്തരായ ആളുകൾ സംസാരിക്കുമ്പോൾ വേർഡിന് വ്യത്യാസം വരുന്നു. വ്യത്യസ്തമായ കോണ്ടെക്സ്റ്റിൽ അത് പറയുമ്പോൾ വേർഡിന് മീനിങ് മാറുന്നു. ഇനി ഡിഫറെൻറ്റ് സ്റ്റൈലിൽ അത് ഉപയോഗിക്കുമ്പോൾ ആരോട് സംസാരിക്കുന്നു അവിടെ മീനിങ് മാറുന്നു. ഇതെല്ലാം ആ വേർഡിന്, ആ ലാംഗ്വേജിൻ്റെ പ്രത്യേകതയാണ്. അപ്പം നിങ്ങൾ ഒരാൾ ചോദിക്കും, സാറേ അങ്ങനെ കടൽ പോലെ പ്രത്യേകതയാണെന്നെങ്കിൽ എങ്ങനെ പഠിച്ചു തരും? കടൽ പോലൊന്നും പ്രത്യേകതയില്ല. വളരെ കുറച്ച് പ്രത്യേകതയുള്ളൂ. നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഈ പ്രവാചകനോട് ദൈവം പറയാ, എൻ്റെ ജനം 2 ദോഷം ചെയ്തു. ഒന്ന്, ജീവജലത്തിൻ്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ചു. പിന്നെ വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചു. അപ്പോൾ വിശുദ്ധ തിരുവെഴുത്തുകൾ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവെഴുത്തെന്ത് പറയുന്നു എന്ന് മാത്രം നോക്കി അതിൻ്റെ ഭാഷയിൽ, ഞാനീ പറഞ്ഞ പോലെ എൻ്റെ പശ്ചാത്തലത്തിൽ, ഈ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് ജൂവിഷ് സേജസ് ഉണ്ട്, അവരതിനെപ്പറ്റി പൊരുൾ തിരിച്ചെഴുതിയിട്ടുണ്ട്. ഗ്രേറ്റ് റിസർച്ചേഴ്സ് ഉണ്ട്, അവർ റിസർച്ച് ചെയ്ത് ഇത് എഴുതിയ കാലഘട്ടത്തിൽ പോയി അവിടെ എന്താ ഉദ്ദേശം എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പം അത് ഉപേക്ഷിച്ചു, ജീവജലത്തിൻ്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചു. അത് മനുഷ്യൻ്റെ വ്യാഖ്യാനമാണ്. ഇപ്പം വേദശാസ്ത്ര പഠനത്തിലെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരാളൊരു കാര്യത്തെപ്പറ്റി ഒരു സംഭവം എഴുതി, അതയാളുടെ അഭിപ്രായമാണ്. അടുത്ത ആൾ അതിനെപ്പറ്റി, ഈ പറഞ്ഞ ഒന്നാമത്തെ ആളുടെ അഭിപ്രായത്തെപ്പറ്റി രണ്ടാമത്തെ ആൾ എഴുതി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെപ്പറ്റി മൂന്നാമത്തെ ആൾ എഴുതി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെപ്പറ്റി നാലാമത്തെ ആൾ എഴുതി. ഞങ്ങൾ ലിറ്ററേച്ചർ പഠിക്കുമ്പം ഞങ്ങളുടെ രസകരമായൊരു പറച്ചിലുണ്ട്. ടൈമൻ ഓഫ് ആഥൻസ് എന്ന് പറയുന്നത് ഷേക്സ്പിയറുടെ പ്രസിദ്ധമായൊരു നാടകമുണ്ട്. അതിനെപ്പറ്റി ഒരു സ്റ്റുഡൻറ്റിന് റിസർച്ച് ചെയ്യണം. പ്രൊഫസറോട് ചോദിക്കുന്നു, സാർ ഞാൻ ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്? സാറ് പറഞ്ഞു, നീ ടൈമൻ ഓഫ് ആഥൻസ് ഇറ്റ്സെൽഫ് അത് തന്നെ നീ വായിര്. ആ പുസ്തകം വായിക്കാതെ അതിൻ്റെ വ്യാഖ്യാനതകളെ വായിച്ച് പുസ്തകത്തിൽ നിന്ന് ഒരുപാട് മൈലുകൾ നമ്മൾ അകലെയാകുന്നു. നമ്മൾ അവസാനം PhD ഒക്കെ എടുത്ത് വരുന്നു. വേദപുസ്തകം വായിച്ചിട്ടാണോ PhD എടുത്തത്? അതിനെപ്പറ്റി ഒരാൾ പറഞ്ഞതിനെപ്പറ്റി, മറ്റേയാൾ പറഞ്ഞതിനെപ്പറ്റി, മറ്റേയാൾ പറഞ്ഞത്, അത് പഠിച്ച് നമ്മളിങ്ങെത്തി. എവിടെ എത്തിയില്ല? തിരുവെഴുത്തിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് കണ്ടുമില്ല. താങ്ക് യു വെരി മച്ച് സർ. പ്രേക്ഷകർക്ക് നിങ്ങളുടെ ബൈബിൾ സംബന്ധമായ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ചോദിക്കുവാനുള്ള അവസരമുണ്ട്. താങ്ക് യു വെരി മച്ച് once again, sir, for your wonderful teaching. Thank you. Thank you.